ഹായ് ഹായ്, ഗുഡ് മോർണിംഗ്. ഗോവയിലാണ്. ഹായ് ഫ്രണ്ട്സ്, വിജയൻ ഫ്രാൻസിസ് ആണ്. ഇന്ന് നമ്മുടെ ആൻഡമാൻ കേരള ലഡാക്ക് ട്രിപ്പിലെ 3rd ഡേ ആണ്. ഗോവയിലാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നേരെ റോയൽ എൻഫീൽഡിൻ്റെ കഫേയിലേക്കാണ് പോകുന്നത്. കഫേ ഗോവ. ബ്രോ അവിടെ കഫേയാണ്, ഗോവ ഗാരേജ് കഫേ. റോയൽ എൻഫീൽഡ് കഫേ. ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമാണ്. ഈ കാണുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ കഫേ ഉള്ളത്. മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ടോംബുള്ള ബസിലിക്കയിലേക്കാണ് പോകാനുള്ളത്. പിന്നെ ഇവിടെ 2-3 വണ്ടികൾ സർവീസിന് കൊടുക്കാനായിരുന്നു, റോയൽ എൻഫീൽഡിൻ്റെ ജനറൽ സർവീസ്. അപ്പോൾ ആ വണ്ടികളൊക്കെ അവിടെ കൊടുത്തു. അപ്പോൾ ബാലൻസ് ഉള്ളവരെല്ലാവരും കൂടി നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് ബസിലിക്കയിലേക്ക്. ഈ റൂട്ടാണല്ലേ? രജിസ്റ്റർ റൂട്ട് ഏതാ റൂട്ട്? ഇതാണോ? ഈ റൂട്ടാണോ? ആൻഡമാൻ കേരള ലഡാക്ക് യാത്രയുടെ ഞാൻ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട വിഷയങ്ങൾ അറിയണമെങ്കിൽ ഇതിനു മുമ്പത്തെ വീഡിയോസ് കണ്ടു നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഈ ബസിലിക്ക ഓഫ് ബോം ജീസസിൻ്റെ ചർച്ച്. ആയിരത്തി 1605 പണി കഴിപ്പിച്ച ഈ ബസിലിക്ക ഇപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
കുറച്ച് നേരം ചർച്ചിലൊക്കെ നിന്നതിന് ശേഷം വിശന്ന് തുടങ്ങി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ലഞ്ച് സമയമായി. അങ്ങനെ ചെറിയ ഗോവൻ താളിയൊക്കെ കഴിച്ച് വിശപ്പൊക്കെ ഒന്ന് മാറ്റി. ആക്ച്വലി നമ്മൾ ഇന്നലെ രാത്രിയാണ് ഗോവയിലെത്തിയത്. ഇന്ന് നമുക്ക് ഉച്ച കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാനുള്ളതാണ്. നമുക്കിനി അടുത്ത് പോകേണ്ടത് അംബോലിയാണ്. അംബോലി മഹാരാഷ്ട്രയിലെ ഒരു വില്ലേജാണ്. ഏകദേശം ഒരു 100 കിലോമീറ്റർ ഇവിടുന്ന് വണ്ടി ഓടിക്കാനുണ്ട്. ബാക്കി ഞങ്ങളുടെ യാത്രയിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ.